Our hearts beat to the city streets. We began to feel the fire. Guys, welcome back to my YouTube channel. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കില്ലേ? ഞാനും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ദേവിത. എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു കുഞ്ഞി സ്പേസാണ് ഈ ഒരു ചാനൽ. നിങ്ങൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക, കമൻസിലൂടെ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ടിരിക്കുന്നത് എൻ്റെ റൂമിലൊക്കെ നിന്ന് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് ഒരു സൺഡേ ആണ്. ഇന്നത്തെ ഒരു ദിവസം ഒരു ദിവസം എന്ന് പറയാനില്ല കേട്ടോ. ഇന്നിപ്പം ഉച്ചയായി, നമ്മൾ ലഞ്ചൊക്കെ റെഡിയാക്കി. എൻ്റെ കൊച്ചിവിടെ ഭയങ്കര ജോലിയിലാണ്, ഞാൻ കാണിച്ചു തരാം. ക്ലീനിങ് ആണോ എന്തുവാന്ന് എനിക്കറിയത്തില്ല. അപ്പുറത്തെ റൂമിൽ നിന്ന് തള്ളിക്കൊണ്ട് വന്നതാണ് വാക്യൂം ക്ലീനർ. പിന്നെ ഫുൾ ടോയ്സൊക്കെ ഇട്ട് ഹോളം നശിപ്പിച്ച് വെച്ചേക്കാണ്. പോവാണോ? അപ്പോൾ അമ്മയെ പൂട്ടിയിടുവാണോ ഇവിടെ? അമ്മ വരണ്ടേ? കഥകൊക്കെ പൂട്ടിപ്പോയി. അമ്മയും വരുന്നതാ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ചിക്കൻ്റെ കാല്, അമ്മയ്ക്ക് മാത്രം നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കും, കാരണം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഈ വ്ളോഗ് എടുത്തിട്ട് കുറേ നാളായി, ഞാനത് എഡിറ്റ് ചെയ്തിടാൻ താമസിച്ച് പോയതാണ് കേട്ടോ. ഫ്ലാറ്റാണ്, എല്ലാവരും ഒറ്റ വീട്ടിലാണല്ലേ? എല്ലാവർക്കും ഓരോ ഫ്ലാറ്റ് തന്നെ. ആരുടെ വീട്? മുത്തശ്ശിയുടെ വീട്. അയ്യോ, വീട് പൊളിഞ്ഞു പോയി. നമുക്ക് വേറെ ഉണ്ടാക്കാം. ഞാൻ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ, അമ്മ എടുത്തോളാന്നാ പറയണേ. നമ്മളിപ്പോൾ റെഡി ആയിട്ട് നമ്മൾ അരൂര് പോവാണ്. മനോജ് മാമൻ്റെ അടുത്ത്, അമ്മയുടെ അനിയനാണ്. അപ്പം എവിടെ കയറി നിൽക്കുന്നത്? അപ്പം നമ്മൾ ഒരു സെക്കൻഡ്. അപ്പം നമ്മൾ ഇപ്പോൾ റെഡി ആയിട്ട് ആദ്യം നമ്മൾ അരൂര് പോവാണ്. അവിടെ അമ്മയുടെ അനിയൻ്റെ വീടുണ്ട്, മനോജ് മാമൻ്റെ അടുത്ത് പോവാണ്. അവിടെ ഒന്ന് പോയിട്ട് തിരിച്ച് നമ്മൾ പുറത്ത് എല്ലാവർക്കും കൂടെ ഡിന്നർ കഴിക്കാം എന്നാണ് പ്ലാൻ. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് വേണ്ടി പോവാണ്. അമ്മയുടെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരട്ടെ. അമ്മയുടെ ഓണക്കോടി ഇട്ടേക്കാണ്, കൊള്ളാമെന്ന് പറയണേ. നോക്കട്ടെ, അമ്മ നോക്കട്ടെ. കണ്ടോ, ഞങ്ങൾ മാക്സിൽ നിന്ന് വാങ്ങിച്ചതാണ് അമ്മയുടെ ഓണക്കോടി. അമ്മയുടെ ഓണക്കോടിയാണോ ഇത്? ആണ്. അമ്മയുടെ തലയിൽ എന്തായിരിക്കുന്നത്? ടെഡി ബെയർ ആണോ? യാ, ഊരണ്ട് അവിടെ ഇരിക്കട്ടെ, പറഞ്ഞ അബദ്ധമായോ? അമ്മയുടെ ഓണക്കോടി കാണിക്കാം. ആ സുന്ദരോ എന്ന് വിളിച്ചത് അമ്മയാണ്. അമ്മയ്ക്ക് മാത്രമേ അങ്ങനെ ആ ഒരു ടോണിൽ വിളിക്കാൻ അറിയൂ. അമ്മി കണ്ണേട്ടന് വേണ്ടി അടി ഇട്ടിട്ട് കണ്ണേട്ടനെ വഴക്കും പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അതിൻ്റെ പരിഭവങ്ങളും പരാതികളും താഴെ പറയാൻ വേണ്ടിയിട്ട് ഓടിപ്പോവുകയാണ്. എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും അമ്മിയെ ലാസ്റ്റാണ് റെഡിയാക്കുന്നത്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ആദ്യം റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ റെഡിയായി വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒന്നും കൂടെ റെഡിയാക്കേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, അമ്മി റെഡിയായി കഴിഞ്ഞാൽ അമ്മയ്ക്ക് അപ്പം ഇറങ്ങണം. അമ്മയ്ക്ക് വെയിറ്റ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഇന്നിപ്പോൾ എല്ലാവരും റെഡിയായി കഴിഞ്ഞിട്ടും കണ്ണേട്ടൻ എത്തിയിട്ടില്ല. കണ്ണേട്ടൻ എന്തോ ഒരു പെൻഡിങ് വർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് താമസിച്ചു. അപ്പോൾ അങ്ങനെ അമ്മയും കൊണ്ട് അവിടെ റോഡിലൊക്കെ നടക്കുവാണ്, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള. അങ്ങനെ എല്ലാവരും റെഡിയായി വന്നിട്ട് നമ്മളിത് നേരെ അരൂരോട്ട് പോവാണ്. അരൂർ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പുതിയ ആളുണ്ട്. പുതിയതല്ല, അവൻ കുറച്ച് നാളായി അവിടെ വന്നിട്ട്. ജിംബ്രു. ഞാൻ ആദ്യമായിട്ടാണ് ഇവനെ കാണുന്നത്. അവൻ്റെ കാലിന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇച്ചിരി ഒരു നടത്തത്തിൽ ഒരു ഞൊണ്ടുണ്ട്. അമ്മി ഒന്ന് താഴെ ഇറക്കിയിരുന്നെങ്കിലെന്നും പറഞ്ഞ് റെഡിയായി നിൽക്കണതാണ് കളിക്കാൻ വേണ്ടിയിട്ട് അവൻ. അമ്മിയാണെങ്കിൽ താഴെ ഇറങ്ങി നിൽക്കത്തുമില്ല. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടേക്ക് ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഗ്രില്ലാക്സിലാണ് പോയത്. നമ്മളെ പാരീസ് ബൊട്ടീക്കിൻ്റെ അടുത്തായിട്ടാണിത്. അതിൻ്റെ പാരീസ് ബൊട്ടീക്കിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് പോകുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇവർക്ക് കുറച്ച് നല്ല പ്ലാറ്റേഴ്സ് ഉണ്ട്. അപ്പം ആ ഒരു 4 പേരുടെ പ്ലാറ്റർ കഴിക്കാമെന്ന് പറഞ്ഞാണ് നമ്മൾ പോയത്. അവിടെ ചെന്നപ്പോഴാണ് ഈ പ്ലാറ്റേഴ്സൊക്കെ അവർ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ് നമ്മൾ അറിഞ്ഞത്. പിന്നെ നമ്മളവിടെ മെനു കാർഡ് നോക്കി വേറെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഫുഡിന് കുറച്ച് വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയമായപ്പോഴത്തേക്കും അമ്മി അവിടുത്തെ പ്ലേറ്റ്സും സ്പൂൺസും ടിഷ്യൂ പേപ്പറും എല്ലാം പല പല സ്ഥലങ്ങളിലായിട്ട് എടുത്ത് മാറ്റി വെക്കുന്നുണ്ടായിരുന്നു. ഫുഡൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. കാരണം അങ്ങനെ അമ്മിയെ സമാധാനിപ്പിച്ച് ഇരുത്താമായിരുന്നു ഒരിടത്ത് എന്ന് വിചാരിച്ചത്. അങ്ങനെ അധികം ലേറ്റ് ആയില്ല, അപ്പോഴത്തേക്കും ഫുഡ് വന്നു. അപ്പം നമ്മൾ ചിക്കൻ കബാബ്
ഏതൊക്കെയോ ഫ്ലേവേർഡാണ്, ഞാൻ ഓർക്കണില്ല ഏതൊക്കെയാണെന്നുള്ളത്. ചിക്കൻ കബാബും പിന്നെ അഫ്ഗാനി റൈസും എന്തോ ബട്ടർ കുൽച്ചയോ നാൻ അങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ എനിക്കത് കാണുമ്പോൾ കൊതി വരുന്നുണ്ട്, കാരണം നല്ലതായിരുന്നു ഫുഡ്. റൈസ്, അഫ്ഗാനി റൈസ് നിങ്ങൾ ഗ്രില്ലാക്സിൽ പോവുകയാണെങ്കിൽ ട്രൈ ചെയ്യണം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട അവിടുത്തെ റൈസ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കുടിക്കണം എന്നുള്ളത് ഒരു ശീലമാണല്ലോ. അപ്പോൾ ഇച്ചിരി കട്ടിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് ഇവിടെ അവോയിൽ വന്നേക്കുവാണ്. ഇവരുടെ അവക്കാഡോ ഷേക്സ് നല്ലതാണ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് അവക്കാഡോ ഷേക്സ് ഉണ്ട് ഇവർക്ക്. അമ്മാനോട് ചോദിക്കാം എന്താ വിശേഷം. അമ്മാനോട് ചോദിക്കാം എന്താ വിശേഷം. നല്ല വിശേഷം. എനിക്ക് അവക്കാഡോ പണ്ട് തൊട്ടേ അങ്ങനെ വലിയ താല്പര്യമില്ല, പക്ഷേ ഷേക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ഈ ഇടയായിട്ടാണ് ഷേക്കിനോട് ഇഷ്ടം തോന്നി തുടങ്ങിയത്. ചിലരൊക്കെ ഇങ്ങനെ ടോസ്റ്റിൽ വെച്ച് കഴിക്കാറില്ലേ, അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഇവരെങ്ങനെയാണ് സംഭവം കഴിക്കുന്നതെന്ന്. സംഭവം ഹെൽത്തി ഒക്കെയാണ്, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എനിക്കതിനെ റോ ആയിട്ട് കഴിക്കാൻ അങ്ങനെ ഇഷ്ടമല്ല. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കണ്ണേട്ടൻ ലോട്ടസ് ബിസ്കഫാണ് ഓർഡർ ചെയ്തത്. ഞാൻ ഡേറ്റ്സ് ആയിരുന്നു, അവോ വിത്ത് ഡേറ്റ്സ്. അമ്മയ്ക്ക് അവോ വിത്ത് ഹണി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചു കഴിഞ്ഞു നമ്മളിത് നേരെ വീട്ടിലെത്തി. ഇനി എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.